അപ്പോൾ നമ്മളിന്ന് മുതുമല, ബന്ദിപ്പൂർ, അതുപോലെ മസനഗുഡിക്ക് പോകുന്ന റൂട്ട്, ഈ ഒരു റൂട്ടിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള കുറച്ച് വിഷ്വൽസാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആയിട്ടും നല്ല രീതിയിൽ വെളിച്ചം വന്നിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ നല്ല കോടയുമുണ്ട്. വെളിച്ചം വരാത്തത് കൊണ്ട് ആനിമൽസൊക്കെ റോഡ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് പതുക്കെയാണ് പോകുന്നത്. ഇപ്പോൾ ഊട്ടിക്ക് പോകുമ്പോൾ ഇ പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുതുമല ചെക്ക് പോസ്റ്റൊക്കെ കടന്നു കഴിഞ്ഞപ്പോഴുള്ള കാടിൻ്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ, കോടയും ചെറിയ തണുപ്പൊക്കെ ആയിട്ട്. മുതുമല ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 എലിഫൻറ്റ് ക്യാമ്പാണുള്ളത്. അപ്പോൾ നമ്മൾ തെപ്പക്കാടുള്ള എലിഫൻറ്റ് ക്യാമ്പിൽ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആനകൾക്ക് ആഹാരം കൊടുക്കുന്നതും അതുപോലെ മോയാർ നദിയിൽ കൊണ്ടുവന്ന ആനകളെ കുളിപ്പിക്കുന്നതും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഓൺലൈനായിട്ട് ജീപ്പ് സഫാരി ഒന്നും ബുക്ക് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ബസ് സഫാരി മാത്രമേ കിട്ടുകയുള്ളൂ. ബസ് സഫാരി ആണെങ്കിൽ 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഇങ്ങനെയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് ആണ്, ആനയാണ്. ആദ്യത്തെ സൈറ്റിങ് മാനായിരുന്നു. രണ്ടാമത്തത് ആനയാണ്. ഇടയ്ക്ക് മുമ്പിൽ തടി വരുന്നതുകൊണ്ട് സൂം ഔട്ട് ആവുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ഈ ഒരു സർപ്പൻ്റ് ഈഗിളാണ്. ഈ തണുപ്പൊക്കെ അടിച്ച ആൾ മരക്കൊമ്പിൽ പതുങ്ങിയിരിക്കുകയാണ്. ഇതുണ്ട്, ഇതുപോലെ നമ്മൾ പല സ്ഥലത്തും കണ്ടു കേട്ടോ. മയിലും അതുപോലെ മൈന, പ്രാവ്, ഇവരെല്ലാവരും ഇങ്ങനെ റോട്ടിൽ നിന്ന് എന്തൊക്കെയോ കൊത്തിപ്പറക്കി തിന്നുന്നു. എന്താണെന്ന് മനസ്സിലായില്ല. അതിലെന്തൊക്കെയോ കൊത്തിപ്പറക്കി തിന്നുന്നുണ്ട്. ഇതേ ഒറ്റയ്ക്ക് ഒരാൾ നിൽക്കുന്നുണ്ടോ, ഒരു മാൻ. ഇത് കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്രാവും അതുപോലെ മൈനയാണ് കേട്ടോ. റോട്ടിൽ നിന്ന് എന്താണെന്നറിയില്ല, എല്ലാവരും കൊത്തിപ്പറക്കി തിന്നുവാണ്. അടുത്തത് കാട്ടുപോത്താണ്. കാട്ടുപോത്ത് 2 പേരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കുറച്ച് പേര് കാടിനുള്ളിലുണ്ടെന്ന് തോന്നുന്നു. അനങ്ങുന്നുണ്ട് ചെറുതായിട്ട്. ഒരു മയിലിരിക്കുന്നത് നോക്കി, എന്ത് ഭംഗിയാണെന്ന് നോക്കി, ഒന്നും പറയാനില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു ഫോട്ടോ എടുക്കേണ്ടതായിരുന്നു. നമ്മൾ കുറച്ച് മാറിക്കഴിഞ്ഞപ്പോഴാണ് ആ ഒരു കാര്യം ഓർത്തത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു കൂട്ടം മാന് ക്രോസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് വണ്ടികൾ വന്നിട്ട് അവർക്ക് ക്രോസ് ചെയ്യാൻ പറ്റാതായിപ്പോയി. കുറച്ച് പേര് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലായിപ്പോയി കേട്ടോ. അപ്പോൾ അവർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് നിർത്തി കൊടുത്തതാണ്. അപ്പോൾ ക്രോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആൾക്കാർ അവിടെ നിന്ന് പുല്ല് തിന്നാൻ തുടങ്ങി കേട്ടോ. അതൊക്കെ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ നല്ല കാര്യമായിട്ട് തന്നെ തിന്നുവാൻ തോന്നുന്നു. ഇവർക്ക് പോകാൻ വേണ്ടി നമ്മൾ നിർത്തി കൊടുത്തതാണ്. അപ്പോൾ അതൊക്കെ ക്രോസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇവർ ക്രോസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. ക്രോസ് ചെയ്യട്ടെ. ഇത് തെപ്പക്കാട് എലിഫൻറ്റ് ക്യാമ്പിലെ ആനയാണ്. നമ്മളങ്ങനെ യാത്ര ചെയ്ത് തെപ്പക്കാട് എത്തി. തെപ്പക്കാട് നിന്ന് നമ്മൾ മൈസൂർക്ക് പോകുന്ന റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയും ഒരു കുട്ടിയാനയും കൂടെ റോഡ് ക്രോസ് ചെയ്യാൻ നിന്നാണ് കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് കൊണ്ട് അവർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. കുട്ടിയാന ഓടി പുറകോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അമ്മ വേഗം വണ്ടിയൊക്കെ പോയപ്പോൾ റോഡ് ക്രോസ് ചെയ്യുവാണ്. അമ്മയുടെ ഒപ്പം പുറകെ കുട്ടിയാനെ ഓടി വന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കാട്ടിലൂടെ സഞ്ചരിച്ചിട്ട് ഇങ്ങനെ ആനയുടെ ഒരു റോഡ് ക്രോസ് ചെയ്യുന്നൊരു വീഡിയോ നമുക്ക് കിട്ടുന്നത്. ഭയങ്കര സന്തോഷമായിപ്പോയി കേട്ടോ.
അമ്മേനെ നമുക്കിട്ട് തന്നെ നോക്കിയാണ് പോകുന്നത്. കുട്ടിയുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. അവർ കാടിനുള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ. അമ്മേനെ ആൾ വില്ലത്തിയാണെന്ന് തോന്നുന്നു, കുട്ടിയുള്ളത് കൊണ്ട്. കാട് കയറി അപ്പോൾ ആ ഒരു അമ്മയും കുഞ്ഞും കാട് കയറിപ്പോയിട്ടോ. അങ്ങനെ നമ്മൾ മുതുമല ടൈഗർ റിസർവിൽ നിന്നും ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കടക്കുന്നതിന് അവിടെ ഒരു ചെക്ക് പോസ്റ്റും അതുപോലെ ഒരു ചെറിയൊരു പാലമൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാലം കടക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ബ്ലോക്കായിരുന്നു. അപ്പം നമ്മളങ്ങനെ നിൽക്കുന്ന സമയത്താണ് കാടിനുള്ളിൽ കമ്പൊടിയുന്ന സൗണ്ട് കേട്ട്. അപ്പോൾ രണ്ടാമത് ഒന്നുകൂടെ ഒടിയുന്ന സൗണ്ട് കേട്ടപ്പോൾ നമ്മൾ ഉറപ്പിച്ചു ആനയുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ. ഒരു പിടിയാണെന്ന് തോന്നുന്നു, പിടിയാനയും ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. ഇനി വേറെ ഉണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തായാലും കൊള്ളാം കേട്ടോ. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ആരെങ്കിലും വരുമോ എന്നൊക്കെ പ്രതീക്ഷിച്ച് നിന്ന സമയത്താണ് ഇങ്ങനെയൊരു ഒച്ച കേട്ടത്. ശരിക്കും ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു ബ്ലോക്കിലൊക്കെ കാടിനുള്ളിൽ പെട്ട് കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ക്രോസ് ചെയ്ത് വരും. പ്രത്യേകിച്ച് ആനയൊക്കെ ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, വണ്ടി ഇട്ടിട്ട് ഓടുക തന്നെ, അല്ലാണ്ട് പറ്റില്ല. കാരണം മുമ്പിൽ മുഴുവനും വലിയ ചരക്ക് വണ്ടികളും അതുപോലെ ടൂറിസ്റ്റ് ബസ്സും ഒക്കെയാണ്. ഒരു നിവൃത്തിയില്ല വണ്ടിയും കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ വണ്ടി ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോകുക എന്നുള്ളതേ ഉള്ളൂ. മുതുമല ടൈഗർ റിസർവിൽ നിന്നും ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കടക്കുന്നതിന് എൻട്രി ടിക്കറ്റിന് 20 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം അവിടെ നിന്ന് മുതുമലയിൽ നിന്നും ബന്ദിപ്പൂരിലേക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മയിലിനെയാണ് കാണാൻ കഴിഞ്ഞത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആൾ വെയിലൊക്കെ കാഞ്ഞിങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ സൈറ്റിംഗ് എന്ന് പറയുന്നത് സ്ട്രൈപ്പ് നെക്ക്ഡ് മംഗൂസാണ്. റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതാണ്. ഒരാൾ നേരത്തെ ക്രോസ് ചെയ്തു കേട്ടോ. രണ്ടാമത്തെ ആൾ നമ്മൾ വണ്ടിയായിട്ട് വന്നപ്പോഴാണ് ഓടിപ്പാഞ്ഞ് പോയത്. അവരും അതൊക്കെ കാടിനുള്ളിലേക്ക് കയറിപ്പോയി കേട്ടോ. അപ്പോൾ അവർ കയറിപ്പോയി, നമ്മളും അതൊക്കെ അവിടെ നിന്ന് പോരുവാണ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ആനയാണ് കേട്ടോ. ഒരു കൊമ്പനാണ്. നല്ല പ്രായമുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ ചെറിയ അധികം പ്രായം ഇല്ലാത്ത കൊമ്പന്മാരെയാണ്. ഇത് കുറച്ച് പ്രായം തോന്നിക്കുന്നുണ്ട്. റോഡ് സൈഡിൽ നിന്ന് പുല്ല് തന്നെ വരുന്നു കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് ആൾ റോഡ് സൈഡിൽ ആഹാരം കഴിക്കലൊക്കെ നിർത്തിയപ്പോൾ അതൊക്കെ കാട്ടിലേക്ക് കയറിപ്പോവാണ്. ഇതുവരെ നമ്മൾ കണ്ട കൊമ്പന്മാരെല്ലാവരും ഒറ്റയ്ക്കാണ് നടക്കുന്നത്. മീറ്റിംഗ് സീസൺ ആകുമ്പോഴാണ് ഇവരൊരു കൂട്ടത്തോടൊപ്പം ചേരുന്നത് കേട്ടോ. ഇത് കണ്ട ഒരു തേനീച്ച കൂട്ടമാണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെ കണ്ടതാണ്. ഏകദേശം ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബന്ദിപ്പൂർ മസനഗുഡി മുതുമല റോഡ് ട്രിപ്പിൽ ആനക്കാഴ്ചകളൊക്കെ തീർന്നെന്ന് വിചാരിച്ചിരുന്ന സമയത്താണിത് വീണ്ടും ഒരു കുട്ടിക്കൊമ്പനാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞതിൽ ഏറ്റവും മുഴുത്തൊരാന കണ്ടത് ആദ്യം കണ്ടതാണ്. അവർ നല്ല കൊമ്പുമൊക്കെ ഉണ്ട്. നല്ല വലിപ്പമുള്ള കൊമ്പായിരുന്നു കേട്ടോ. ഇത് ഒരു ചെറിയൊരു കുട്ടിക്കൊമ്പനാണ്. അപ്പോൾ വീണ്ടും നമുക്കൊരു ആനയെ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രയിൽ ഈ ഒരു ആനയാണ് നമുക്ക് അവസാനമായിട്ട് കിട്ടിയത്. ഇവൻ്റെ കൊമ്പിത്തിരി വലുതാണ്, ആൾക്ക് ഇത്തിരി വലിപ്പമുണ്ട്. നമ്മുടെ ഈ ഒരു റോഡ് ട്രിപ്പ് എന്തായാലും കൊള്ളാമായിരുന്നു. നമുക്ക് ഏകദേശം ഒരു 10 ആനയെ കാണാൻ പറ്റി കേട്ടോ. അതുപോലെ സ്ട്രൈപ്പ് നെക്ക്ഡ് മംഗൂസിനെയും മാനിനെയും മയിലിനെയും കാട്ടുപോത്തിനെയൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്ക് ഇടാനും മറക്കല്ലേ.